ചേച്ചി ഇറങ്ങിയിരിക്കുകയാണോ വലിയ ചേച്ചി പറയൂ. ഒരുപാട് പ്രതീക്ഷയുണ്ട്. പക്ഷേ എൻ്റെ മോഹൻലാലിനെ ആന്റണിയുടെയൊക്കെ എൻ്റെ മോൻ നല്ല ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ കണ്ടുകൊടുക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. ആ ഒരു മൂമെന്റ് ഒന്ന് ഓർക്കും. അല്ല, തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് സുഖത്തിന് ഓർമ്മ വരും, എല്ലാം ഓർമ്മ വരും. ഞാനും എൻ്റെ മക്കളും എൻ്റെ സുഹൃത്തിൻ്റെ എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി, ഒത്തിരി സന്തോഷം. എന്തായാലും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു വിജയം ആണ് ഇപ്പോൾ വലിയ ചേച്ചി നമ്മളോട് പങ്കെടുക്കുന്നത്. ശബരി വരൂ. Thank you so much for the response. I was so happy with it, and that's it. Thank you. See you in cinema second. Thank you very much. Third part? Sorry? Third part? I don't know. എന്തായാലും തേർഡ് പാർട്ടിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും അറിയില്ല. എങ്കിലും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ, നമ്മുടെ ഫാൻസുകാർ എല്ലാവരും കൈയ്യടി അടിക്കാൻ കേട്ടോ, ഉറപ്പായിട്ടും. നമുക്ക് നല്ലൊരു കൈയ്യടി ദീപക് കേട്ടോ. നേരത്തെ പറഞ്ഞിട്ട് പോയി, കണ്ടു കഴിഞ്ഞപ്പോഴാണ് പൃഥ്വിരാജ് പറഞ്ഞത് സത്യം, അതിനപ്പുറത്തേക്ക് സത്യമാണ് തെളിയിച്ചിരിക്കുന്നു. ദീപക് കേട്ടോ പറയൂ. വളരെ സന്തോഷമുണ്ട്. പടം കാണുന്നതിന് മുമ്പേ കാണുന്നതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസിന് പല സ്ഥലങ്ങളും കയ്യടി വന്നപ്പം ഈ ഇട്ട എഫേർട്ടിനെല്ലാം ഒരു റിസൾട്ട് വന്നതായിട്ട് കണ്ടു. താങ്ക് യു സോ മച്ച് ഇൻ ഓൾ ദ ട്രസ്റ്റ്. ഏറ്റവും വലിയ താങ്ക്സ് ദൈവത്തിനോടും പിന്നെ എൻ്റെ സുഹൃത്ത് പൃഥ്വിനോടും ഫോർ ബിലീവിംഗ് ഇൻ മീ. താങ്ക് യു. തീർച്ചയായിട്ടും നമുക്ക് ലാലേട്ടനെ കാണുമ്പോഴും പൃഥ്വിയെ കാണിക്കുമ്പോഴുള്ള മ്യൂസിക്കുകൾ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. അതൊക്കെ എത്ര നാളത്തെ പരിശ്രമമായിരുന്നു. കുറച്ചധികം നാൾ തന്നെ വേറെ പടങ്ങളൊന്നും ചെയ്യാതെ ഇതൊരു തപസ്യമാതിരി തന്നെ ഇരുന്നിട്ട് ചെയ്ത വർക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. കാരണം വേറെ പ്രോജക്ട്സ് ഇതിൻ്റെ ഇടയിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പലതും ഒരുപോലെ ഇരുന്നേനെ. ഇത് മാറി കുറേ നാളൊരു 7-8 മാസം ഇതിൻ്റെ പുറകെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിലും ഉറപ്പായിട്ടും അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ് മ്യൂസിക്. അതെ. തേർഡ് പാർട്ടിൻ്റെ കഥയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ തേർഡ് പാർട്ട് പിടിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ട് അറിയുന്നതാണ് നല്ലത്. ഒത്തിരി സന്തോഷം ദീപക് കേട്ടോ, ഒത്തിരി സന്തോഷം. സെക്കൻഡ് ഹാഫാണ് ഏറ്റവും അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുറച്ച് കഥ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് ആക്ഷനും എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് എല്ലാം തീർക്കുന്ന ഫാൻസിന് തിയേറ്ററിൽ വന്ന് ഓളം വെച്ച് കാണാനുള്ള പടമുണ്ട്. ഫാൻസിന് ഇതുവരെ കാണാത്തൊരു മലയാള സിനിമയാണ്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊക്കെ കണ്ടതിന് മേലുള്ള ഭയങ്കര വിഷ്വൽ സ്കീമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലിരിക്കുകയാണ്. അല്ല, തുടരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പാണ് വന്നിരിക്കുന്നത്. തുടരും ഒരു ഹൈപ്പും കൊടുക്കാതെ തന്നെ ഹൈപ്പ് വന്നിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഇമ്മീഡിയറ്റ് നമ്മൾ റിലീസ് ഡേറ്റിലൊക്കെ പറയും. അതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടായാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു പടം? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? ഇന്റർനാഷണൽ മൂവി. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തരിച്ചു നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് സിനിമ?
സിനിമയിൽ ഭാഗമായതിനുള്ള അഭിമാനത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്നുള്ളത് ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനുണ്ട്, രാജു ഉണ്ട്, മുരളി ഗോപിയുണ്ട്. അപ്പൊ ഇതിനെല്ലാം പിന്തുണയും കൊടുത്ത ആന്റണി ചേട്ടനുണ്ട്, ഗോപാലൻ സാറുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും കൂടിയാണ് ഈ ഒരു സന്തോഷവും വിജയവും ഒക്കെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകമെമ്പാടും ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ വരുമ്പോൾ ലോകമെമ്പാടും ഏറ്റെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമ. ഇനി സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് പ്രേക്ഷകർ അങ്ങനെ